നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സ്വീപ് പ്രചാരണാർത്ഥം തൃശൂർ തനിമയിൽ വീഡിയോയുമായി ജില്ലാ കളക്ടർ. UDF ചന്ദ്രാപിന്നി മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. LDF എടത്തിരുത്തി ലോക്കൽ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. എടമുട്ടത്ത് ഓട്ടോ ഡ്രൈവറെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വാർത്തകൾ വിശദമായി. സ്വീപ് പ്രചാരണാർത്ഥം തൃശൂർ തനിമയിൽ വീഡിയോയുമായി ജില്ലാ കളക്ടർ. തൃശൂർക്കാരെല്ലാവരും ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്ന ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രന്റെ വീഡിയോ ജനപ്രിയമാകുന്നു. ഇന്നലെ വൈകിട്ട് ജില്ലാ കളക്ടറുടെ ഫേസ്ബുക്ക് പേജിൽ റിലീസ് ചെയ്ത വീഡിയോ തൃശൂരിന്റെ സാംസ്കാരിക ലാവണ്യം നിറഞ്ഞൊരു മനോഹര വീഡിയോയാണ്. വോട്ടർ ബോധവൽക്കരണ പരിപാടിയായ സ്വീപ്പിന്റെ പ്രചാരണ ഭാഗമായിട്ടാണ് വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. ആർപ്പുവിളികൾക്കൊപ്പം സ്വീപ്പിന്റെ തിടമ്പേറ്റ് അഴകേറിയ ഒരു കൊമ്പനാനയുടെ വരവിന്റെ പശ്ചാത്തലത്തിലാണ് കളക്ടർ തൃശൂർക്കാർ എല്ലാം ഈ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ ആഹ്വാനം ചെയ്യുന്നത്. ആനക്കരുത്തിനേക്കാൾ വലുതാണ് ഓരോ പൗരന്റെയും വോട്ടവകാശം. പൂരത്തെ സ്നേഹിക്കുന്ന തൃശൂർക്കാർ ജനാധിപത്യത്തിന്റെ ഈ വലിയ ഉത്സവത്തെയും നെഞ്ചേറ്റണം. തൃശൂർ പൂരത്തിന് മുൻപ് ഏപ്രിൽ 9 വോട്ടിന്റെ പൂരം നടക്കുന്നു. ഏവരും ഏപ്രിൽ 9 പോളിംഗ് ബൂത്തിലേക്ക് എത്തിച്ചേരണമെന്നാണ് വീഡിയോയുടെ ഉള്ളടക്കം. വോട്ടർ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ജില്ലയിലുടനീളം സ്വീപ് പ്രചാരണ പരിപാടികൾ നടന്നു വരികയാണ്. ആനക്കരുത്തിനേക്കാൾ വലുതാണ് ഓരോ പൗരന്റെയും വോട്ടവകാശം. പൂരങ്ങളെ സ്നേഹിക്കുന്ന തൃശൂർക്കാർ ജനാധിപത്യത്തിന്റെ ഈ മഹോത്സവത്തെയും നെഞ്ചിലേറ്റണം. എല്ലാവരെയും ഏപ്രിൽ 9 പോളിംഗ് ബൂത്തിൽ വെച്ച് കാണാം. UDF ചന്ദ്രാപിന്നി മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. DCC ജനറൽ സെക്രട്ടറി CC ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. UDF മണ്ഡലം ചെയർമാൻ PD സജീവ് അധ്യക്ഷനായി. നേതാക്കളായ സജീവ് വൈനപ്പള്ളി, സുനിൽ P മേനോൻ, PS മുജീബ് റഹ്മാൻ, TK പ്രകാശൻ, PK ഹംസ, മൻസൂർ അന്തറാത്തറ, ജോബി SN പുരം, ഉമറുൽ ഫാറൂഖ്, EK മുഹമ്മദ് ഹാജി, സഹീർ, TA നസീമുദ്ദീൻ, ഷജിൽ ചന്ദ്രാപിന്നി, ഹരിദാസ് കൊച്ചിക്കാട്ട്, ബിഷ സത്യൻ, ഷിനി സതീഷ്, ഷഹന കാട്ടുപറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. കൺവെൻഷന്റെ പ്രധാന ഉദ്ദേശം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ജില്ലയിലെ എല്ലാ ഇടങ്ങളിലും കൺവെൻഷൻ വളരെ ഭംഗിയായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. നമ്മുടെ ജീവിത രീതിയും നമ്മുടെ ജീവിത ശൈലിയും കൂടി നോക്കുമ്പോൾ ഈ 9 കൊല്ലം കഴിഞ്ഞ് 10ാം കൊല്ലത്തേക്ക് കിടക്കുന്ന ഈ ഗവൺമെൻറ് നമ്മളെപ്പോലുള്ള സാധാരണ കുടുംബത്തിന് നേടിത്തന്ന നേട്ടങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ നമ്മുടെ ജീവിതം തന്നെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് വളരെ കൂലഘോഷമായി ചിന്തിക്കേണ്ട ഒരു കാലമാണ്. ജീവിതത്തിൻ്റെ രണ്ടറ്റം മുട്ടിക്കാൻ അഹോരാത്രം പരിപ്പെടുന്ന നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ഈ ജീവിതം കഴിഞ്ഞ ഈ 9 കൊല്ലം എങ്ങനെ നമ്മൾ നീട്ടിക്കൊണ്ടുപോയി എന്നുള്ളത് നമ്മളോട് തന്നെ ചോദിച്ചാൽ വളരെ ഭയാനകമാണ് ആ ജീവിതം. ആദ്യം എന്നാൽ ഇവിടെ ഇരിക്കുന്ന ലീഡേഴ്സ് മുഴുവൻ ഇവിടെ ഇരിക്കുന്ന ലീഡേഴ്സാണ്. എനിക്കിവിടെ വർഷങ്ങളായിട്ട് അറിയുന്നവർ എല്ലാവരും തന്നെയാണ്. ആരും മോശക്കാരല്ല. നല്ലോണം സ്റ്റഡിയിലും ഇവിടുത്തെ രാഷ്ട്രീയ ബാലപാഠം ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. നല്ലോണം അറിയാൻ വർഷങ്ങളായി. ഇതാ സജയ് വയനപ്പള്ളി ഇവിടെ ഉണ്ട്, ഉമർ ഫറൂഖ് ഉണ്ട്, നമ്മുടെ ലീഗിൻ്റെ ഉണ്ട്, എല്ലാവരും ഉണ്ട്, ആൾക്കാരുണ്ട്. നമ്മളെല്ലാവരും ഇനി സമയം കളയാണ്ട് 10-15 ദിവസമുള്ളൂ എല്ലാവരും ഇനി ബൂത്തിലേക്ക് ഇറങ്ങുക. കാറ്റ് നമുക്ക് അനുകൂലമാണ്. ഇന്നിപ്പോൾ ഒരു കൺവെൻഷൻ കഴിഞ്ഞാൽ ഞാൻ വരുന്നത്, അത് കഴിഞ്ഞ് ഒരുപാട് ഇവിടെ ഗ്രാമങ്ങളിൽ പല സ്ഥാനാർത്ഥികളൊക്കെ പോയി എല്ലാം കൂടി നല്ല
നല്ല കാറ്റാണ് നമ്മൾ വരുന്നത്. അപ്പോൾ തെളിയുമ്പോഴല്ലേ തക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മളിനി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് നേടണമെങ്കിൽ നമ്മളെല്ലാവരും, ഞാനടക്കം നമ്മളെല്ലാവരും ഫീൽഡിലാണ്. സമാധാനത്തിൻ്റെ വാക്കുകളുമായി ഇനി നല്ല നമ്മുടെ ചാപ്റ്റർ ഡിമെൻസ് എന്ന കാര്യങ്ങൾ ഇവിടെ കൊണ്ട് നല്ല നോട്ടീസുകൾ അതൊക്കെ നമ്മൾ വീഡിയോയിൽ എത്തിക്കുക. നമുക്ക് പറയാം, ഈ 4 BJP ബന്ധം CPM അജണ്ട ഉണ്ടല്ലോ, 100 ഉദാഹരണങ്ങളായിട്ട് നോട്ടീസ് കൂടെ വരും. ഞാൻ അതിലേക്ക് കടക്കല്ല. ഈ BJP CPM ബന്ധമാണ് നമ്മൾക്കുള്ള ഏറ്റവും വലിയ കോട്ടം, ഇന്ത്യ കേരളത്തിലുള്ള കോട്ടം. അത് നമുക്ക് അവസാനിപ്പിക്കുക. അത് അവസാനിപ്പിക്കൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉയർന്നു വരണം, ഒരു സംശയമില്ല കാര്യം. LDF എടത്തിരുത്തി ലോക്കൽ കമ്മിറ്റി തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം TK സുധീഷ് ഉദ്ഘാടനം ചെയ്തു. എടത്തിരുത്തി തെരഞ്ഞെടുപ്പ് ലോക്കൽ കമ്മിറ്റി ചെയർമാൻ AV സതീഷ് അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി KK വത്സരാജ്, മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ്, മഞ്ജുള അരുണൻ, KC ശിവരാമൻ, PK ഷാജു തുടങ്ങിയവർ സംസാരിച്ചു. AV സതീഷ് ചെയർമാനായും PK ഷാജു കൺവീനറായും ബൈന പ്രദീപ് ട്രഷററായും 501 അംഗ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിച്ചു. ഇപ്പോ പവർ കട്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു തലമുറയ്ക്ക് അതിനെ സംബന്ധിച്ച് മനസ്സിലാവുക. എന്നാൽ മണിക്കൂറുകളോളം പവർ കട്ടും അതുപോലെ തന്നെ ലോഡ് ഷെഡിങ്ങും ഉണ്ടായിരുന്ന ഒരു കേരളം നമ്മുടെ ഈ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്, 2016 മുമ്പ് ഈ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നാം അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തുവാനായിട്ട് നാം ശ്രമിക്കണം. കാരണം ഇപ്പൊ എന്താണ്, ഇപ്പൊ ഇന്റർനെറ്റ് ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരാണ്, യുവജനങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഉള്ളത്, അല്ലേ? ഇപ്പോൾ തൊഴിലെടുക്കുന്ന ഒരുപാട് വർക്ക് അറ്റ് ഹോം ഇപ്പോൾ ധാരാളമായിട്ട് നമ്മുടെ യുവാക്കൾ വർക്ക് അറ്റ് ഹോമിൽ ഏർപ്പെടുന്നവരാണ്. അങ്ങനെ വർക്ക് അറ്റ് ഹോമിൽ ഏർപ്പെടുന്ന യുവാക്കൾക്ക് നിരന്തരമായിട്ട് വൈദ്യുതി വേണം. ആ വൈദ്യുതി നമ്മുടെ ഈ കേരളത്തിൽ സാധ്യമാക്കിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ്. അപ്പോൾ വലിയ തോതിലുള്ള മാറ്റം നമ്മുടെ ഈ കേരളത്തിൽ, പശ്ചാത്തല മേഖലയിൽ വലിയ തോതിലുള്ള മാറ്റം നമ്മുടെ ഈ കേരളത്തിൽ നമുക്ക് സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് സാധിച്ചു. എടമുട്ടത്ത് ഓട്ടോ ഡ്രൈവറെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. തളിക്കുളം പുതിയങ്ങാടി പണിക്ക് വീട്ടിൽ ഹമീദ് മകൻ 52 വയസ്സുള്ള മനാഫാണ് മരിച്ചത്. എടമുട്ടം സെന്ററിന് തെക്ക് ഭാഗത്ത് ആളൊഴിഞ്ഞ പറമ്പിൽ ഇന്ന് പുലർച്ചെയാണ് മൃതദേഹം കണ്ടെത്തിയത്. വലപ്പാട് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. പ്രായപൂർത്തിയാകാത്ത കുട്ടിയോട് ലൈംഗികാതിക്രമം നടത്തിയ പ്രതിക്ക് 6 വർഷം തടവും പിഴയും ശിക്ഷ വിധിച്ചു. കയ്പമംഗലം പുന്നക്കൽച്ചാൽ കൈതവളപ്പിൽ വീട്ടിൽ ശ്രീരാഗിനെയാണ് തൃശൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി ജഡ്ജി രമ്യ മേനോൻ ശിക്ഷിച്ചത്. 2023 വലപ്പാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് കേസിന് ആസ്പദമായ സംഭവം. സ്കൂൾ കഴിഞ്ഞു മടങ്ങുകയായിരുന്ന പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ പ്രതി ലൈംഗികമായി ഉപദ്രവിക്കുകയായിരുന്നു. വലപ്പാട് പോലീസ് ഇൻസ്പെക്ടർ KS സുശാന്ത് രജിസ്റ്റർ ചെയ്ത കേസിൽ സബ് ഇൻസ്പെക്ടർ K സലീമാണ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. GSI ഭരതനുണിയും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ K സൂരജ് കോടതിയിൽ ഹാജരായി. വിചാരണ വേളയിൽ 15 സാക്ഷികളെ വിസ്തരിക്കുകയും 21 രേഖകൾ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. നടനും സംവിധായകനുമായ EA രാജേന്ദ്രൻ അന്തരിച്ചു. 71 വയസ്സായിരുന്നു. പുലർച്ചെയായിരുന്നു അന്ത്യം. അസുഖബാധിതനായി ഏറെ നാളായി ചികിത്സയിലായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച ജന്മനാടായ തൃശൂരിലെ തൃത്തല്ലൂരിൽ നടക്കും. കളിയാട്ടം, നരസിംഹം, മീശമാധവൻ, തച്ചിലേടത്ത് ചുണ്ടൻ തുടങ്ങിയ സിനിമകളിൽ ഉൾപ്പെടെ നിരവധി സിനിമകളിൽ രാജേന്ദ്രൻ ക്യാരക്ടർ റോളുകളിലും വില്ലൻ റോളുകളിലും അഭിനയിച്ചു. നാടകം, സിനിമ എന്നിവയോടൊപ്പം ടെലിവിഷൻ സീരിയലുകളിലും സജീവമായിരുന്നു. പ്രശസ്തരായ O മാധവന്റെയും വിജയകുമാരിയുടെയും മകളായ സന്ധ്യയാണ് രാജേന്ദ്രന്റെ ഭാര്യ. ചാവക്കാട് വീട്ടിൽ കഞ്ചാവ് ചെടി വളർത്തിയ ആൾ അറസ്റ്റിൽ. എടക്കഴിയൂർ കിഴക്കേ തല വീട്ടിൽ യൂസഫിനെയാണ് ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ചാഴൂർ പഞ്ചായത്ത് UDF കൺവെൻഷൻ DCC വൈസ് പ്രസിഡന്റ് TU ജഗബ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ജോഷി ആലപ്പാട്ട് അധ്യക്ഷനായി. UDF സ്ഥാനാർത്ഥി സുനിൽ ലാലൂർ, ഷൈജു സായിറാം, അനിൽ പുളിക്കൽ, PA ഷൗക്കത്തലി, ഇസ്മയിൽ എന്നിവർ സംസാരിച്ചു. നാട്ടിക മണ്ഡലം NDA സ്ഥാനാർത്ഥി CC മുകുന്ദൻ ചാഴൂർ, പാറളം പഞ്ചായത്തുകളിൽ പര്യടനം നടത്തി. ചാഴൂർ പഞ്ചായത്തിലെ ചെറുകനാൽ ഭാഗത്തു നിന്ന് ആരംഭിച്ച പര്യടനം പാറളം പഞ്ചായത്തിലെ ചേലം സെന്ററിൽ സമാപിച്ചു. നേതാക്കളായ ശ്രീരാജ്, സജീവൻ ഞാറ്റുവെട്ടി, രജിത് രാജൻ എന്നിവർ നേതൃത്വം നൽകി. പെരുവനം ആറാട്ടുപുഴ പൂരങ്ങളുടെ ആചാര്യസ്ഥാനം അലങ്കരിക്കുന്ന ചാത്തുകുടം ശ്രീധർമ്മശാസ്താവിന്റെ തിരുവാതിര പുറപ്പാട് ആഘോഷിച്ചു.
ബുധനാഴ്ച രാത്രി 8:30 ചക്കുംകുളങ്ങര ശാസ്താവും തൈക്കാട്ടുശ്ശേരി ഭഗവതിയും ചാത്തുകുടം ക്ഷേത്രത്തിൽ എഴുന്നള്ളിയെത്തി. തുടർന്ന് ദേവീദേവന്മാരെ ക്ഷേത്രത്തിന്റെ വലിയമ്പലത്തിൽ ഇറക്കി എഴുന്നള്ളിച്ചു. പിന്നീട് പുറത്തേക്ക് എഴുന്നള്ളിപ്പ് നടന്നു. പഞ്ചാരിമേളത്തിന് പെരുവനം പ്രകാശൻ മാരാർ പ്രാമാണികത്വം വഹിച്ചു. എറണാകുളം ശിവകുമാർ ശാസ്താവിന്റെ തിടമ്പേറ്റി. തൃശൂർ പൂരത്തിന് തിടമ്പേറ്റാൻ ഇത്തവണയും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എത്തും. ചെമ്പുക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റിയാണ് രാമൻ എത്തുന്നത്. കാലടി പ്ലാന്റേഷന്റെ അയ്യമ്പുഴ എണ്ണപ്പനത്തോട്ടത്തിൽ തേനീച്ചയുടെ ആക്രമണത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. അവശനിലയിലായ കുറ്റിയിൽ അനിൽകുമാറിന്റെ ഭാര്യ ഷിബയെ ചാലക്കുടിയിലെ താലൂക്ക് ആശുപത്രിയിലും PV ഷാജിയെ വെറ്റിലപ്പാറ ഹെൽത്ത് സെന്ററിലും പ്രവേശിപ്പിച്ചു. മറ്റു 3 പേർക്ക് നേരിയ തോതിലാണ് തേനീച്ചയുടെ കുത്തേറ്റത്. എണ്ണപ്പനയുടെ കുരുക്കൾ ശേഖരിക്കുന്നതിനിടെ പനയുടെ മുകളിലുണ്ടായിരുന്ന തേനീച്ചക്കൂട് ഇളകി കൂട്ടമായെത്തി ആളുകളെ ആക്രമിക്കുകയായിരുന്നു. സമീപത്തുണ്ടായിരുന്ന മറ്റു തൊഴിലാളികൾ ഓടി രക്ഷപ്പെട്ടു. സ്വകാര്യ ബസ് ഇടിച്ച് പച്ചക്കറിയുമായി വന്ന പെട്ടി ഓട്ടോറിക്ഷ റോഡരികിലേക്ക് മറിഞ്ഞു. ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് നിസ്സാര പരിക്കേറ്റു. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ ചെറുതുരുത്തി മേലെ വെട്ടിക്കാട്ടിൽ ഇറക്കത്തിലായിരുന്നു അപകടം. തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന പെട്ടി ഓട്ടോയിൽ ഇതേ ദിശയിൽ വന്ന ബസ് ഇടിക്കുകയായിരുന്നു. ചീരാച്ചിയിൽ കാറും ബസും കൂട്ടിയിടിച്ച് കാർ യാത്രക്കാരായ 2 പേർക്ക് പരിക്കേറ്റു. അപകടത്തിൽ കാറിന്റെ മുൻഭാഗം ഭാഗികമായി തകർന്നു. അപകടത്തെ തുടർന്ന് തൃശൂർ ഒല്ലൂർ റൂട്ടിൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. ആറാട്ടുപുഴ പൂരത്തിനോടനുബന്ധിച്ച് തൃപ്രയാർ കിഴക്കേ നടക്കൽ പൂരം 28-ന് ആഘോഷിക്കും. ക്ഷേത്രത്തിൽ നിന്നും സ്വന്തം പള്ളിയോടത്തിൽ പുഴ കടന്ന് കിഴക്കേ നടയിലേക്ക് എത്തിച്ചേരുന്ന തേവർക്ക് മണ്ഡപത്തിൽ ഇറക്കി പൂജ നടത്തും. ചോറ്റാനിക്കര വിജയന്മാരുടെ പ്രമാണത്തിൽ പഞ്ചവാദ്യവും ഉണ്ടാകും. തുടർന്ന് ഊരാളന്മാരുടെ മനകളിലേക്ക് തേവർ പുറപ്പെടും. പ്രധാന റോഡ് മുതൽ സറിയു തീരം വരെയുള്ള പാത ടൈൽ വിരിച്ചതിന്റെ ഇറക്കി പൂജ നടത്തുന്ന മണ്ഡപം നവീകരിച്ചതിന്റെ ഉദ്ഘാടനം 27-ന് വൈകിട്ട് 4:30 കൊച്ചിൻ ദേവസ്വം പ്രസിഡന്റ് K. രവീന്ദ്രൻ നിർവഹിക്കും. നിർമ്മാണ ചെലവ് വഹിച്ച പെരിങ്ങോട്ട് ദേവസ്ഥാനം മഠാധിപതി ഉണ്ണി ദാമോദരൻ ചടങ്ങിൽ ആദരിക്കും. ആറാട്ടുപുഴ പൂരം കഴിഞ്ഞ് തിരിച്ചു വരുന്ന തേവർക്ക് ഈ വർഷം മുതൽ കിഴക്കേ നടക്കിൽ സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികളായ വിനോദ് നടുവത്തേരി, C. പ്രേംകുമാർ, ഡോക്ടർ പൂർണ്ണത്രയേശ് ജയപ്രകാശ്, UP കൃഷ്ണനുണ്ണി, സച്ചൻ മേനോൻ എന്നിവർ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു. കൊടുങ്ങല്ലൂരിൽ ജലസസ്യങ്ങൾ നിറഞ്ഞ കുളം ദുരാവസ്ഥയിൽ. കൊടുങ്ങല്ലൂർ MIT ഹോസ്പിറ്റലിന് അടുത്തുള്ള കുളം ജലസസ്യങ്ങൾ കൊണ്ട് പൂർണ്ണമായി മൂടപ്പെട്ട ദുരവസ്ഥയിലാണ്. ശുചീകരണം നടത്താത്തതിനാൽ കുളത്തിലെ വെള്ളം മലിനമായി മാറിയിരിക്കുകയാണ്. കുളത്തിന്റെ മേൽഭാഗം മുഴുവൻ ജലസസ്യങ്ങൾ നിറഞ്ഞതിനാൽ വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇത് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും. പഞ്ചായത്ത് അധികൃതർ ഇതുവരെയായിട്ടും പ്രശ്നത്തിൽ ഇടപെട്ടിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. കുളം ഉടൻ ശുചീകരിച്ച് സംരക്ഷണ നടപടികൾ സ്വീകരിക്കണം. പരിസ്ഥിതി സംരക്ഷണത്തിനും പൊതുജനാരോഗ്യത്തിനുമായി ബന്ധപ്പെട്ട വിഷയമായതിനാൽ അധികൃതർ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യം ശക്തമാകുന്നു. ചന്ദ്രാപിന്നി SN വിദ്യാഭവൻ KG വിഭാഗം വിദ്യാർത്ഥികളുടെ കോൺവൊക്കേഷൻ സംഘടിപ്പിച്ചു. നാട്ടിക ശ്രീനാരായണ ഗുരു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ S. ഷിബു ഉദ്ഘാടനം ചെയ്തു. SNE ആൻഡ് C ട്രസ്റ്റ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാഥ് അധ്യക്ഷനായി. SNE ആൻഡ് C ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി MS പ്രദീപ്, വൈസ് പ്രസിഡന്റ് രാജ്കുമാർ കരുവത്തിൽ, ട്രഷറർ CS വിജയരാഘവൻ, ജോയിന്റ് സെക്രട്ടറിമാരായ PT സുരേഷ് ബാബു, ഡാനിഷ് കോലാന്ത്ര, SN വിദ്യാഭവൻ പ്രിൻസിപ്പൽ യാമിനി ദിലീപ്, അഡ്മിനിസ്ട്രേറ്റർ PV സുദീപ് കുമാർ, KG വിഭാഗം പ്രധാന അധ്യാപിക ലിനിയ അനിൽകുമാർ, KG വിഭാഗം അധ്യാപിക പ്രിയ സന്തോഷ്, KG വിഭാഗം വിദ്യാർത്ഥിനികളായ PA ആർദ്ര, സാൻവി കൊല്ലാറ, ജ്യോതിസ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രീ പ്രൈമറി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ കുരുന്നുകൾക്ക് ബിരുദ സർട്ടിഫിക്കറ്റുകൾ നൽകി ആദരിച്ചു. കുട്ടികളുടെയും അധ്യാപകരുടെയും വിവിധ കലാപരിപാടികളും ചടങ്ങിന് മാറ്റുകൂട്ടി. കൊച്ചുമക്കള്, നിങ്ങൾ വളരെ വിശ്വാസപൂർവ്വം ഞങ്ങളിൽ ഏൽപ്പിച്ച ആ കൊച്ചുമക്കളുടെ ഇന്ന് 2 വർഷത്തെ ഈ KG 1-ഉം KG 2-ഉം വളരെ ഭംഗിയായി പൂർത്തീകരിച്ചുകൊണ്ട് അവരെ ഒരു ഗ്രാജുവേഷൻ കൊടുക്കുന്ന പോലെ തന്നെ അവരെ ഈ ബിൽഡിങ്ങിൽ നിന്നും അടുത്ത സ്കൂൾ സെക്ഷനിലേക്ക് നമ്മൾ മാറ്റുന്ന ഒരു ചടങ്ങാണ് നമ്മളിവിടെ വളരെ ഭംഗിയായി വർഷങ്ങളായിട്ട് ഇതുപോലെ ഒരു ഗ്രാജുവേഷൻ ഡേ പോലെ തന്നെ ആഘോഷിക്കുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്വീപ് പ്രചാരണാർത്ഥം തൃശൂർ തനിമയിൽ വീഡിയോയുമായി ജില്ലാ കളക്ടർ. UDF ചന്ദ്രാപിന്നി മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി.
LDF എടത്തിരുത്തി ലോക്കൽ കമ്മിറ്റി തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. എടമുട്ടത്ത് ഓട്ടോ ഡ്രൈവറെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.